നമ്മളിന്ന് മത്തി ക്ലീൻ ചെയ്യണതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മൾ മത്തി ക്ലീൻ ചെയ്യാൻ ഞാൻ ചെറുതായിട്ട് വെള്ളം ചൂടാക്കി ഒഴിക്കണം കേട്ടോ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതൊരു ടിപ്പായിട്ട് എടുക്കാം കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് മത്തിയുടെ ഈ തോലൊക്കെ വേഗം പൊളിഞ്ഞ് കിട്ടും കേട്ടോ. എളുപ്പത്തിൽ ഇതിൻ്റെ സ്കെയിൽസൊക്കെ കളയാൻ പറ്റും. അതുകൊണ്ട് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചത്. കുറച്ച് കഴിയുമ്പോൾ വേഗം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഒത്തിരി ഇതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യാം കേട്ടോ. അത് ഇങ്ങനെ ഒന്ന് നന്നാക്കി നോക്കുക. കുറച്ച് ഇതായിട്ട് നമ്മളിത് ശരിയാക്കിയത് കേട്ടോ. അപ്പം ഞാനിത് നന്നാക്കും കേട്ടോ. പെട്ടെന്ന് ഇതിൻ്റെ തോലൊക്കെ വേഗം പോകും കേട്ടോ. ഇതാ കണ്ടോ, എളുപ്പത്തിൽ നമുക്ക് മത്തി നന്നാക്കാൻ പറ്റും. ഇതിൻ്റെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് എടുത്ത് കളയണം. ഇപ്പം ഉണ്ടോ നല്ല നന്നായിട്ട് ഉള്ളിൽ കണ്ടോ, എളുപ്പത്തിൽ വേഗം അതിൻ്റെ ഇതൊക്കെ പോയാണ്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ സാധിക്കും. ചൂടുവെള്ളം ഒഴിച്ചാൽ വേണ്ടോ ഉണ്ടോ, നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ വേഗം പോയി കിട്ടും കേട്ടോ. ഒത്തിരി സമയം എടുക്കണ്ട. ജസ്റ്റ് നമുക്ക് നൈഫ് വെച്ചത് ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി. വേഗം ആയിക്കോളൂ കേട്ടോ. നമുക്കിത് വേണം പെട്ടെന്ന് എല്ലാം റെഡിയാക്കാം കേട്ടോ. നമുക്ക് കാണാം. നമ്മളിതാ ഉപ്പിട്ട് കഴുകാണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉളുമ്പൊക്കെ കുറേയൊക്കെ അങ്ങ് പോകും. സ്മെല്ലൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉപ്പിട്ടത് അങ്ങനെ തേച്ച് കഴുകിയാൽ മതി. ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ അതായത് പെട്ടെന്ന് ഇതൊക്കെ പോയി കിട്ടുന്നുണ്ട്. നന്നായിട്ട് പോയിട്ടുണ്ട്. ഈ മൺചട്ടിയുടെ ഉള്ളിലിട്ട് നമ്മളിതാ ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് കഴുകിയ വേഗം വെളുത്ത് ഫ്രഷായി വരും കേട്ടോ.
ഒരു 5-6 പ്രാവശ്യം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. മത്തി ഫ്രഷായിട്ടോ. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ഇടത്തരം മത്തിയാണ് കേട്ടോ. ഒത്തിരി വലുതല്ല, എന്നാൽ ചെറുതല്ല, ഒരു ഇടത്തരം സൈസാണ്. നമ്മളിത് കറി ഉണ്ടാക്കാനാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മത്തിയെല്ലാം ക്ലീനായി. ഇത് നമ്മുടെ മത്തി ഫ്രഷാക്കിയത് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മളിത് കടുക് മൂപ്പിച്ച് ഇത് വഴറ്റിയിട്ടിട്ട് വേണം നമുക്ക് മത്തി കറിയൊക്കെ. അപ്പോൾ അതാ കാന്താരി മുളക്, ഒരു സവാള, പിന്നെ അതാ ഒരു തക്കാളി, പിന്നെ കറിവേപ്പില തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കുറച്ചുള്ളൂ, അതിട്ട്. പിന്നെ അതാ ഇത് വഴറ്റാനുള്ള ഇതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തന്നെ ഫ്രൈ ചെയ്യാനാട്ടോ. ഇത് മത്തിയുടെ ഉള്ളിലത്തെ മത്തിയുടെ മുട്ട, ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായി നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. പാകത്തിന് എണ്ണ ഒഴിച്ചു. കറണ്ട് പോയിട്ടോ. അപ്പോൾ നമ്മളിതാ ടോർച്ചൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നാൽ ചെവിട്ടേരെ എല്ലാവരും. അപ്പോൾ അതാ കടുകിട്ടു. കടുക് കൂട്ടട്ടെ. പൊട്ടി. ഇപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ഒരു 2 പച്ചമുളക് കീറിയിടുകയാണ് കേട്ടോ. ഇത് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഫിഷ് മസാല ഇട്ട് കൊടുക്കണം. രണ്ട് സ്പൂണ് ഫിഷ് മസാല ഇട്ടു. 3 സ്പൂൺ കേട്ടോ.
അപ്പോൾ അതാ പാകത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ അതാ ഒരിത്തിരി മുളക് പൊടി ഇട്ടു കേട്ടോ. മീൻകറി അല്ലേ, ഇത്തിരി എരിവൊക്കെ വേണമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കറണ്ട് പോയതാണ് കേട്ടോ പ്രശ്നം. എന്നാലും സാരമില്ല, ഒന്ന് ക്ഷമിച്ചേരും എല്ലാവരും. അപ്പോൾ അതാ നമ്മുടെ മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടംപുളി നമ്മളൊരു 3 ദിവസം ഇട്ടിട്ടുണ്ട്, 3-4 ദിവസം കേട്ടോ. നന്നായിട്ട് പുളി വരട്ടെ. എന്താ പാകത്തിന് ഉപ്പ് ചേർത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ കറി തിളച്ചൊന്ന് നോക്കണ്ടേ. അപ്പം ഇതൊന്ന് മാറ്റുകയാണ് കേട്ടോ. അപ്പം അതാ നന്നായിട്ട് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മത്തിക്കറി റെഡി. കറണ്ട് പോയതുകൊണ്ടാണ് ഗായ്സ്, ക്ഷമിച്ചേരെ എല്ലാവരും. നമുക്ക് മഴയൊന്നുമില്ല, പക്ഷെ എന്താണോ കറണ്ട് പോയി. അപ്പോൾ അതാ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് തിളച്ച് പാകമായിട്ടുണ്ട്. അതാ മത്തിക്കറി റെഡി ആയിട്ടോ. ഇരുട്ടാതെ ടോർച്ച്. നല്ല ഇടിവിട്ട് മീൻകറി ഇവിടെ റെഡി. നമ്മൾ മത്തിയുടെ മുട്ട ഫ്രൈ ചെയ്യാൻ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ അല്പം ഫിഷ് മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ, കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. കുട്ടികൾ കഴിച്ചാലും നല്ലതാണ് ഇത്. നല്ല വൈറ്റമിൻ ഉള്ളതാണ് ഈ മത്തിയുടെ മുട്ട. ഇത് ഫ്രൈ ആയി ഇടിവിട്ട് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് വന്നു ഗൈസ്. മത്തി മുട്ട ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ. കഴിച്ചോട്ടെ. സൂപ്പറാണ് കേട്ടോ. ചക്ക കിട്ടിയിട്ടോ. നമുക്ക് ഈ ചക്ക ഇത്തിരി പുഴുങ്ങി മീൻകറി ആയിട്ട് കഴിക്കാം. ചക്കപ്പുഴുക്കും മീൻകറി. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി. മീൻകറി, ഇടിവിട്ട് മീൻകറി, അടിപൊളി മീൻകറിയാണ് കേട്ടോ. ചക്കപ്പുഴുക്കും മീൻകറി സൂപ്പർ. മത്തി നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഉള്ള മീൻ മത്തിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടമായോ?
അപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി. അപ്പോൾ അപ്പോൾ അതാ നമ്മൾ ചൂടുവെള്ളം ആരും മറക്കരുത് കേട്ടോ. മത്തിയിൽ ഒഴിച്ചിട്ട് മത്തിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സിങ്കൊക്കെ നല്ല ക്ലീനായി, സിങ്കിലൊന്നും സ്മെല്ലുണ്ടാവില്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. വെള്ളം ചൂടാക്കി മത്തിയിൽ ഒഴിച്ചിട്ട് റെഡി നന്നാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. എല്ലാവർക്കും ടാറ്റ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ, സീ യു.